JP നഡ്ഡാജി ഇതാ വയനാടിന്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരണീയനായ JP നഡ്ഡാജിയെ ഞാൻ ഈ മണ്ണിലേക്ക്, ഗണപതി വട്ടത്തിന്റെ മണ്ണിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് വയനാട് പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ 15 വർഷമായി നിലവിൽ വന്നിട്ട്, കഴിഞ്ഞ 15 വർഷവും വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് ഒരു MP-യുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. 10 വർഷം അന്തരിച്ചു പോയ കോൺഗ്രസ് നേതാവായിരുന്നെങ്കിൽ കഴിഞ്ഞ 5 വർഷം ഇന്ത്യ സഖ്യത്തിന്റെ വലിയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. പക്ഷെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷവും വയനാട്ടുകാരെ വഞ്ചിച്ചു. ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടും രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വഞ്ചിച്ചു. ഇങ്ങോട്ട് വന്നില്ല, ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടില്ല, ഇവിടുത്തുകാർക്ക് ഒരു നല്ല കാര്യവും ചെയ്തില്ല, വയനാടിന്റെ ഒരാവശ്യവും പാർലമെന്റിൽ ഉന്നയിച്ചില്ല. ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ നമ്മളെ വഞ്ചിക്കുകയാണ് വീണ്ടും. പ്രിയപ്പെട്ടവരെ, ഈ മാസം 26-ാം തീയതി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് വയനാട് എന്റെ കുടുംബമാണെന്നാണ്. എങ്ങനെയാണ് സാർ കുടുംബത്തെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് വയനാട് കുടുംബമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അമേഠിയിൽ പോയി മത്സരിക്കുന്നത്? ഇനി അമേഠിയിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് നിങ്ങൾ വയനാട്ടുകാരോട് അത് തുറന്ന് പറയാൻ തയ്യാറാവാത്തത് എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. വയനാടിന്റെ ഏതെങ്കിലും ഒരു ആവശ്യം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടോ? പാവപ്പെട്ട ജനങ്ങളെ എന്തിനാണ് വഞ്ചിക്കുന്നത് സാർ? ഈ വഞ്ചന മനസ്സിലാക്കിയാണ് ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ അധ്യക്ഷൻ തന്നെ JP നഡ്ഡാജി തന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാവരോടും ഞാൻ വിനയത്തോടെ താമര അടയാളത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഏപ്രിൽ 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ, ബാലറ്റ് പെട്ടി പൊളിക്കുമ്പോൾ നിരവധി താമരകൾ ഈ പ്രാവശ്യം കേരളത്തിൽ വിരിയും. പ്രിയപ്പെട്ടവരെ, അതിലൊരു താമര ഈ വയനാടിന്റെ മണ്ണിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വയനാട് മാറുകയാണ്, മോദിജിയോടൊപ്പം നിൽക്കുകയാണ് വയനാട്. വയനാടിന്റെ വികസനത്തിന് നരേന്ദ്രമോദിജി വേണം എന്നുള്ള തീരുമാനമാണ് വയനാടൻ ജനത എടുത്തിരിക്കുന്നത്. മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ, ഈ മണ്ണിൽ വികസനം എത്തിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ JP നഡ്ഡാജി ഇവിടെ എത്തിയത് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം നമ്മളെ മാർഗനിർദ്ദേശം നൽകുന്നതായിരിക്കും. वायनाड से हमारे भारतीय जनता पार्टी के बहुत ही लोकप्रिय प्रत्याशी, द कैंडिडेट फ्रॉम वायनाड of Bharatiya Janata Party, our very senior leader Shri K. Surendran ji, our very senior leader, former President Shri Kumnam Rajshekharan ji, Satpal Singh ji, our District President Ji Prashant ji, and my dear friends of Wayanad, ladies and gentlemen, and all media persons, print media and electronic media. ये मेरा सौभाग्य है कि मुझे आज चुनाव प्रचार में वायनाड आने का मौका मिला है और आप लोगों ने जिस उत्साह के साथ, जिस उमंग के साथ, जिस खुशी के साथ आप सब लोगों ने
इस कार्यक्रम में भाग लिया है वह बताता है कि आपने वायनाड में के सुरेंद्रन को आशीर्वाद देने का मन बना लिया है, यह हम जरूर कहना चाहते हैं। आई एम श्योर यू ऑल हैव मेड योर माइंड टू सपोर्ट के सुरेंद्रन, our dynamic leader, the state president, and it is not only the selection of K. Surendran. ये K. Surendran का ही चुनाव नहीं है, ये प्रधानमंत्री मोदी जी का विकसित भारत के संकल्प का चुनाव है। This election is taking the responsibility of participating in the development and developed nation by 2047. मित्रों, आज हमें खुशी है कि मोदी जी के नेतृत्व में जो भारत, friends, we are happy to note that the India, which was the 11th largest economy 10 years back, under the leadership of Prime Minister Modi, प्रधानमंत्री मोदी जी के नेतृत्व में, it has taken a long leap, इसने एक लंबी छलांग लगाई है और आज भारत की अर्थव्यवस्था, the Indian economy is the 5th largest economy in the world, 5th largest economy. यहां मैं ये भी बोलना चाहूंगा कि आने वाले समय में यू विल सपोर्ट के सुरेंद्रन इन दिस इलेक्शन एंड यू विल मेक प्रधानमंत्री मोदी जी द थर्ड टाइम द प्राइम मिनिस्टर ऑफ द कंट्री एंड वी विल बिकम द थर्ड लार्जेस्ट इकोनॉमी इन द वर्ल्ड. ഇവിടുത്തെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കെ സുരേന്ദ്രൻ, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ, ഇവിടെ ശ്രീ സത്പാൽ സിംഗ് ജി ലോക്സഭാ അംഗം, ഇവിടുത്തെ ജില്ലാ അധ്യക്ഷൻ, മറ്റു നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇന്നിവിടെ വയനാട്ടിൽ നിങ്ങളോടൊപ്പം വന്ന് ശ്രീ കെ സുരേന്ദ്രൻ എന്ന ഊർജ്ജസ്വലനായ കേരളത്തിലെ കരുത്തനായ നേതാവിന് വേണ്ടി നിങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ട് സംസാരിക്കാൻ. നമുക്കറിയാം, ഈ കാണുന്ന ജനക്കൂട്ടം തെളിയിക്കുന്നത് നിങ്ങൾ ശ്രീ കെ സുരേന്ദ്രനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വയനാട്ടിൽ നിന്നും താമര വിരിയുവാൻ പോവുകയാണ്. ശ്രീ കെ സുരേന്ദ്രനെ നിങ്ങൾ ഈ വയനാട്ടിൽ നിന്നും നിങ്ങൾ ലോക്സഭയിലേക്ക് അയക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമ്മുടെ ലക്ഷ്യം 2047 കൂടി ഭാരതം ലോകശക്തിയായി മാറുക എന്നുള്ളതാണ്. നമുക്കറിയാം, 2014 നമ്മൾ ലോകത്തെ 11ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു. ഇന്ന് മോദിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. നിങ്ങൾ സുരേന്ദ്രജിയെ ജയിപ്പിക്കുമ്പോൾ നിങ്ങൾ ജയിപ്പിക്കുന്നത് സുരേന്ദ്രജിയെ മാത്രമല്ല, നിങ്ങൾ സഹായിക്കുന്നത് നരേന്ദ്രമോദി എന്ന അതിശക്തനായ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ 3ാം തവണയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാവാനുള്ള യജ്ഞത്തിൽ നിങ്ങൾ പങ്കാളികളെ ആവുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേന്ദ്രനെ സഹായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. मैं आपको बताना चाहूंगा कि सारे देश को प्रधानमंत्री मोदी जी ने विकास के पथ पर लाकर on the path of development he has taken the policies which has made the village strengthened, गांव का सशक्तिकरण हुआ है. He has empowered the marginal section of the society. गरीब को ताकत दी है. He has empowered the women. He has empowered the youth.
He has empowered the farmers. उन्होंने गांव, गरीब, महिला, युवा, किसान को ताकत दी और उस तरीके से भारत को बदलाव में छोड़ा। मुझे आज खुशी होती है टू शेयर विथ यू, आपके साथ आत्मसात करने का कि उज्ज्वला योजना, the women empowerment, giving them the gas cylinders to the tune of 10 crores, and in that 10 crores 3 crore 40 lakh gas connections have been given to the God's own country, Kerala. If I talk about Jal Jeevan Mission, tap to every house, water to every house, हर घर को नल, हर घर को जल, 11 crore 30 lakh connections have been given, and in Kerala, God's own country, 20 lakh connections have been given. If I talk about Swachhta Abhiyan, toilets, making of toilets, making the women live with dignity, you will be astonished and happy also to note that approximately 12 crore toilets Izzat Ghar, life with dignity, have been constructed, and in Kerala it is 2 crore 50 lakh toilets have been made. That we have to understand. The same way, if I talk about Jan Dhan Yojana, 50 crore bank accounts have been opened, and out of which 25 crore bank accounts have been opened in the name of women. Ladies have been brought first. And in Kerala, it is 2 crore 50 lakh the bank accounts have been opened. If I talk about Pradhan Mantri Awas Yojana, you see, during Congress regime, during Mrs. Indira Gandhi's regime, during Rajiv Gandhi's regime, I was an MLA in 1993. Indira Awas Yojana was given per year, per panchayat, only 2 Awas Yojana was given, 2 Awas Yojana. But Prime Minister Modi, in last 5 years, 4 crore houses have been constructed, 4 crore. And you will be happy to note that 2 lakh houses have been constructed in God's own country, Kerala. The same way, if I talk about Ayushman Bharat, 50 crore people, 40% of the Indian population who were in the marginal section of the society, they are getting 5 lakh rupees per year as health cover for the poor people under Ayushman Bharat. And Kerala is not also out of it. Kerala has also been included. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി 4 വിഭാഗങ്ങളെയാണ് ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. 1 പാവപ്പെട്ടവർ, 2 കൃഷിക്കാർ, 3 മഹിളകൾ, 4 യുവാക്കൾ. ഇവരുടെയൊക്കെ ജീവിതം പ്രധാനമന്ത്രി മാറ്റിമറിച്ചിരിക്കുകയാണ്. ഞാൻ ചില പദ്ധതികൾ നിങ്ങളുമായി പങ്കുവെക്കാം. ഇവിടെ ഉജ്ജ്വല പദ്ധതി കൊണ്ടുവന്നു. പ്രധാനമന്ത്രി സൗജന്യ പാചകവാതക കണക്ഷൻ 10 കോടിയാണ് നമ്മുടെ രാജ്യത്ത് പുതിയതായി നൽകിയത്. അതിൽ 3,40,000 നമ്മുടെ കേരളം എന്ന ഗോളത്തിന്റെ സ്വന്തം നാടിന് കൊടുത്തു. അതുപോലെ തന്നെ ജലജീവൻ മിഷൻ, ഓരോ വീട്ടിലും പൈപ്പിൽ വെള്ളം നമ്മുടെ രാജ്യത്ത് എത്തിക്കാനുള്ള പദ്ധതി കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 11 കോടി 30 ലക്ഷം ആളുകൾക്ക് അവരുടെ വീടുകളിൽ കുടിവെള്ളം പൈപ്പിൽ പുതിയതായി എത്തിച്ചു. അതിൽ 20 ലക്ഷം വീടുകൾ നമ്മുടെ കേരളത്തിലാണ്. അതുപോലെ തന്നെ സ്വച്ഛ ഭാരത് അഭിയാൻ, നമുക്കറിയാം, വ്യവസായ സ്ഥലത്ത് പ്രാഥമിക കൃത്യങ്ങൾ 1,50,000 കേരളത്തിലാണ്. ഭാരതത്തിൽ 12 കോടിയാണ്. ജൻധൻ യോജന നമുക്കറിയാം, 50 കോടി
ബാങ്ക് അക്കൗണ്ടുകളാണ് രാജ്യത്ത് ആരംഭിച്ചത്. അതിൽ 25 കോടി ബാങ്ക് അക്കൗണ്ടുകൾ മഹിളകളുടെയാണ്. അതിൽ 2,50,00,000 കേരളത്തിലാണ്. പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി നിങ്ങൾക്കറിയാമോ? കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നരസിംഹറാവും ഒക്കെ ഭരിച്ചപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അന്ന് ഒരു പഞ്ചായത്തിന് ഇന്ദിരാ ആവാസ് യോജന പ്രകാരം 2 വീടുകളാണ് കൊടുക്കുക. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ 4 കോടി വീടുകൾ ഈ രാജ്യത്തെ പാവങ്ങൾക്കായി നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു. കേരളത്തിൽ 2 ലക്ഷം വീടുകളാണ് നമ്മൾ ആവാസ് യോജന പദ്ധതി നിർമ്മിച്ചു കൊടുത്തത്. ആയുഷ്മാൻ ഭാരത് ഈ രാജ്യത്തെ ആ ക്യാമറയുടെ മുമ്പിലുള്ള കൊടികൾ കുറച്ച് അപ്പുറത്തേക്ക് ക്യാമറയുടെ മുമ്പിലുള്ള കൊടികൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പരിപാടി കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ പിടിച്ചിരിക്കുന്ന കൊടികൾ അപ്പുറത്തേക്ക് മാറ്റണം. Friends, we all know that on one side the nationalist forces under the dynamic leadership of Prime Minister Modi, Shri K. Surendran ji is the candidate for Wayanad. On the other hand, we all know that the leader of Indian National Congress, Shri Rahul Gandhi, is the candidate. I could not understand one thing. मुझे एक बात समझ में नहीं आई कि राहुल गांधी जी को अपने क्षेत्र की लोकसभा छोड़कर यहाँ वायनाड क्यों आना पड़ा है? What has made him to come to Wayanad? Is he not very confident that he can win from his own constituency where he has been representing for so long? क्या उनको ये भरोसा नहीं है कि वो अपनी पुरानी लोकसभा की कंस्टिट्यूंसी जिससे इतने सालों तक उन्होंने रिप्रेजेंटेशन दिया वहां से वो चुनाव लड़े? यहाँ क्यों आना पड़ा? इसलिए आना पड़ा क्योंकि राहुल गांधी और इंडियन नेशनल कांग्रेस भारत के विषयों के बारे में सही आवाज नहीं उठाती। राहुल गांधी परिवारवाद के पोषक जो प्रजातंत्र के लिए घातक। राहुल गांधी believes in dynastic rule which is detrimental for the Indian democracy. राहुल गांधी हमेशा भ्रष्टाचारियों के साथ मिलकर के चलते हैं और खुद भी कई भ्रष्टाचार के केसेस के सिलसिले में कोर्ट के द्वारा बेल मिल करके उनको रहना पड़ा है। राहुल गांधी उसी तरीके से अपीजमेंट की पॉलिटिक्स करते हैं, तुष्टीकरण की पॉलिटिक्स करते हैं। He believes in politics of appeasement. So they are the representative of dynastic rule. They are the persons who want that corruption should flourish, and they are the persons who talk about the appeasement, divide and rule, and they believe in vote bank politics. वो वोट बैंक की पॉलिटिक्स करते हैं। और जब मैं भ्रष्टाचार की बात बोलता हूँ तो आप बताइए, राहुल गांधी खुद नेशनल हेराल्ड के केस में बेल पर है कि नहीं है? बोलिए, बेल पर है कि नहीं है? जोर से बोलिए, है कि नहीं है? मित्रों, भ्रष्टाचार के पोषक तुम, परिवारवाद के पोषक तुम, तुष्टीकरण के पोषक तुम। ये इस तरीके के लोगों को क्या वायनाड की जनता आशीर्वाद देगी? ऐसे लोगों को आशीर्वाद देने की आवश्यकता है क्या? इस पर मुझे लगता है वायनाड एक्ट CAA जो रिलीजियस हमारे क्रिश्चियन भाई, हमारे सिख भाई, हमारे जैन भाई, हमारे हिंदू भाई
जो दूसरे देश, बांग्लादेश, जो अफगानिस्तान, जो पाकिस्तान से निकाल गए हैं, उनको सिटीजनशिप देने में राहुल गांधी और इंडियन नेशनल कांग्रेस विरोध क्यों करती है? क्या अपीजमेंट के कारण करती है? की राजनीति करनी है? क्या आपको अपीजमेंट की राजनीति करनी है? आज मुझे इस बात को भी आपको बताना है, एक तरफ हम श्रेष्ठ भारत, एक भारत की बात को नेहरू जी के नेतृत्व में, प्रधानमंत्री मोदी जी के नेतृत्व में हम कह रहे हैं, एक भारत श्रेष्ठ भारत, और दूसरी तरफ वो लोग हैं जो ऐसे लोगों को प्रश्रय देते हैं। कांग्रेस के MP DK सुरेश ये नेशन बना देना चाहिए, अलग देश बना देना चाहिए, जैसे सेपरेट नेशन। एंड राहुल गांधी की राहुल गांधी चुप रहते हैं, ये बताता है इनका दोहरा चरित्र। डबल स्टैंडर्ड that they are keeping, and because of that, I would like to say that the leaders who are having double standards and those who believe in politics of appeasement, they should be shown their way. उनको आपको रास्ता दिखाना चाहिए और उनको गुड बाय कहना चाहिए, ये मैं आपको कहना चाहूँगा। मैं यहाँ ये भी कहना चाहता हूँ, SCPI जो कि पॉलिटिकल फ्रंट ऑफ पॉपुलर फ्रंट ऑफ इंडिया का है, दिस SCPI जो पॉलिटिकल फ्रंट है PFI का, और PFI which is a banned organization, which is an anti-national organization, जो राष्ट्र विरोधी संगठन है, वो SDPI आज राहुल गांधी और इंडियन नेशनल कांग्रेस को सपोर्ट कर रहे हैं। क्या मतलब है इसका? क्या अर्थ है इसका? और देखिए, बड़ी मजेदार बात है कि ये SDPI एक तरफ ये स्टेट के इलेक्शन में, प्रदेश के इलेक्शन में CPM को सपोर्ट करते हैं, और जब देश का चुनाव आता है तो इंडियन नेशनल कांग्रेस को सपोर्ट करते हैं। दैट मीन्स ये बताता है कि CPM और कांग्रेस पार्टी दोनों ही राष्ट्र विरोधी ताकतों के लिए हमदर्द हैं। दे आर कंड्यूसिव to the anti-national forces, and the anti-national forces are comfortable with Congress party and CPM, that we have to understand. मैं ये बताना चाहूंगा, फिर से बोलना चाहूंगा यहाँ वायनाड की धरती पर कि SDPI सपोर्ट करती है प्रदेश के चुनाव में CPM को, और SDPI जो गैर राष्ट्रवादी संगठन है, पॉपुलर फ्रंट ऑफ इंडिया का पॉलिटिकल पार्टी का है, विच इज अ बैंड ऑर्गेनाइजेशन, वो सपोर्ट करती है इंडियन नेशनल कांग्रेस को लोकसभा के चुनाव में। ये बताता है कि एंटी नेशनल जो राष्ट्रवादी विरोधी ताकतें हैं उनको कांग्रेस कंफर्टेबल है और उनको CPM कंफर्टेबल है, यानी राष्ट्रवादी विरोधी ताकतों के प्रति कांग्रेस पार्टी और CPM पार्टी दोनों ही हमदर्दी रखती हैं, दोनों ही सहानुभूति रखती हैं। आप बताइए, ऐसे गैर राष्ट्र विरोधी ताकतों के साथ हमें इनका विरोध करना है कि नहीं करना है? करना है कि नहीं करना है? मैं ये भी आपको बताना चाहता हूँ, यहाँ ये भी आपको कहना चाहता हूँ कि ये आइडियोलॉजिकली वैचारिक रूप में दे हैव बिकम आइडियोलॉजिकली बैंकरप्ट। ये वैचारिक दृष्टि से इनका मानसिक दिवालियापन हो गया। और देखिए, बड़ी इंटरेस्टिंग बात है कि केरला में नूरा कुश्ती और दिल्ली में साथ बैठ करके हम जोली, वहाँ दोस्ती और यहाँ नूरा कुश्ती। उसी तरीके से हमारे वेस्ट बंगाल में भी, अन्य प्रदेशों में भी नूरा कुश्ती, आपस में लड़ेंगे
और यहाँ पर और दिल्ली में जाकर दोस्तियां निभाएंगे। आपने देखा है ना, कांग्रेस का राहुल गांधी, सोनिया गांधी और बगल में सीताराम येचुरी, देखा कि नहीं देखा? दिल्ली में बैठते हैं कि नहीं बैठते? आपने देखा कि नहीं देखा कि यहाँ पर नूरा कुश्ती और दिल्ली में डी राजा और सोनिया गांधी और राहुल गांधी आपस में साथ में बैठे दिखते हैं कि नहीं दिखते हैं? दिखते हैं कि नहीं दिखते हैं? ये ऐसे आइडियोलॉजिकल बैंकरप्ट लोग हैं, आइडियोलॉजिकल वैचारिक दृष्टि से दिवालियापन, इनका दिवालियापन। इनको सत्ता चाहिए, अपने परिवार के पोषक चाहिए, भ्रष्टाचारियों को एक साथ लाना चाहिए। आप बताओ, राहुल गांधी बेल पर है कि नहीं है? बोलो, बेल पर है कि नहीं है? सोनिया गांधी बेल पर है कि नहीं है? पी चिदम्बरम बेल पर है कि नहीं है? कार्तिक चिदम्बरम बेल पर है कि नहीं है? आप बताओ, संजय सिंह बेल पर है कि नहीं है? आप बताओ, डीएमके के नेता बेल पर है कि नहीं है? आप बताइए, टीएमसी के नेता बेल पर है कि नहीं है? आप बताइए, अरविंद केजरीवाल जेल में है कि नहीं है? आप बताइए, मनीष सिसोदिया जेल में है कि नहीं है? आप बताइए, सत्येंद्र जैन जेल में है कि नहीं है? आप बताइए, आजम खान जेल में है कि नहीं है? आप बताइए, यहाँ गोड स्लमिंग वाले जेल में थे कि नहीं थे? अभी बेल पर है कि नहीं है? ये सब एक ही जमावड़ा है, एक ही जमावड़ा। ये सब लोग, ऐसे लोगों को आगे आने से रोकना हमारा काम है, और राष्ट्रवादी ताकतों को आगे बढ़ना है, और वायनाड को भी मुख्य धारा में आकर के आगे बढ़ना है, और राष्ट्र के समर्थक ताकतों को आगे बढ़ाना है, और इसीलिए सुरेंद्रन जी को जिताना है और वायनाड को मुख्य धारा में लाना है। नो अपीजमेंट पॉलिटिक्स, नो डुअल पॉलिटिक्स, no politics with ideological bankrupt parties and people and leaders. ये चलेगा नहीं, इसको चलने नहीं देना है। बताइए, आप सब लोग हमारे साथ खड़े हैं ना? बताइए, you all are with भारतीय जनता पार्टी, all are with भारतीय जनता पार्टी, all are with के सुरेंद्रन, all are with लोटस, all are with कमल। इन वायनाड कमल खिलाएंगे, इन वायनाड कमल खिलाएंगे। मैं उधर से आवाज सुनना चाहता हूँ, वायनाड में कमल खिलाएंगे, वायनाड में कमल खिलाएंगे, बीजेपी को जिताएंगे, सुरेंद्रन को दिल्ली भेजेंगे और दिल्ली वालों को वापस घर लाएंगे। बहुत बहुत धन्यवाद। जय भारत, जय केरल। മോദിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ശക്തികൾ, മറുഭാഗത്ത് ദേശവിരുദ്ധ ശക്തികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഇന്ത്യ സഖ്യം, രാഹുൽ ഗാന്ധിയും കൂട്ടരും. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് വയനാട്ടിലേക്ക് വരേണ്ടി വന്നു? എന്തുകൊണ്ട് അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുന്നില്ല? അദ്ദേഹത്തിന് അമേഠിയിൽ മത്സരിക്കാൻ ജയിക്കുമെന്ന് വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഇവിടെ ചേരുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ കാര്യങ്ങൾ, രാജ്യത്തിന് വേണ്ടിയ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. അവർക്ക് താല്പര്യം അവരുടെ കുടുംബം അധികാരത്തിലിരിക്കണം, അവർക്ക് കുടുംബാധിപത്യത്തിലാണ് താല്പര്യം, അഴിമതിയിലാണ് താല്പര്യം, എല്ലാവരും ജാമ്യത്തിലാണ്. അതുപോലെ അവര് പീഡന രാഷ്ട്രീയത്തിന് വിശ്വസിക്കുന്നു. പീഡന രാഷ്ട്രീയം, കുടുംബാധിപത്യം, അഴിമതി, അതുപോലെ തന്നെ അവരുടെ ദേശവിരുദ്ധ ശക്തികളുമായുള്ള കൂട്ടുകെട്ട്, ഇതാണ് ഇവരുടെ താല്പര്യം. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇവർ ജാമ്യത്തിലാണ്. നിങ്ങൾക്കറിയാം, ഇത്തരത്തിൽ ആളുകൾക്ക് വയനാടിന് അംഗീകരിക്കാൻ സാധ്യമല്ല. അവരെ നിങ്ങൾ അംഗീകരിക്കരുത്. മറ്റൊരു വിഷയം CAA-യുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്താണ് CAA? പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മതപരമായ പീഡനം കാരണം മാറ്റി ഓടിക്കപ്പെട്ട നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ, നമ്മുടെ സിഖ് സഹോദരന്മാർ, നമ്മളുടെ പാർട്ടികൾ, ജൈനന്മാർ, ബുദ്ധന്മാർ, ഹിന്ദുക്കൾ, ഇവർക്കൊക്കെ അഭയം കൊടുക്കാൻ നാം തീരുമാനിച്ചപ്പോൾ അതിനെ എതിർക്കുന്നു. നമ്മുടെ സങ്കല്പം ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നാണ്. എന്നാൽ കോൺഗ്രസിന്റെ നേതാവ് DK സുരേഷ് കുമാർ പറയുന്നു, ദക്ഷിണ ഭാരതം ഒരു വേറെ രാജ്യമാകണമെന്ന്. ഇതാണ് ഇവരുടെ ഇരട്ട സമീപനം.
ഇവർ SDPI ചങ്ങാത്തത്തിലാണ്. SDPI പിന്തുണ കൊടുക്കുന്നു. ആരാണ് ഈ SDPI? വിരോധിക്കപ്പെട്ട ദേശവിരുദ്ധ ശക്തിയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇവര് ഈ തരത്തിലുള്ള ആളുകളുടെ പിന്തുണയിലാണ് മത്സരിക്കുന്നത്. SDPIക്കാർ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സഹായിക്കുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ മത്സരിക്കുന്നു. ഡൽഹിയിൽ യോഗ്യത്തിലാണ്, പശ്ചിമ ബംഗാളിൽ സഖ്യത്തിലാണ്, തമിഴ്നാട്ടിൽ സഖ്യത്തിലാണ്. സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഡി രാജയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നാം കണ്ടിട്ടുണ്ട്. ഇവർ ഡൽഹിയിൽ ദോഷിയും കേരളത്തിൽ വൃത്തിയുമാണ്. അതുകൊണ്ട് ഈ അഴിമതിക്കാരെ, ഈ കുടുംബാധിപത്യക്കാരെ, ഈ പ്രീണന രാഷ്ട്രീയക്കാരെ വയനാട് പരാജയപ്പെടുത്തണം. ഇവരൊക്കെ ജാമ്യത്തിലാണ്. സോണിയാഗാന്ധി ജാമ്യത്തിലാണ്, രാഹുൽ ഗാന്ധി ജാമ്യത്തിലാണ്, DMK നേതാക്കന്മാർ ജാമ്യത്തിലാണ്, സഞ്ജയ് സിംഗ് ജാമ്യത്തിലാണ്, അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്, മനീഷ് സിസോഡിയ ജയിലിലാണ്. ഇനിയും കുറെ ആളുകൾ ജയിലിൽ പോകും. കേരളത്തിൽ ചില ആളുകൾ ജയിലിൽ പോയി ജാമ്യത്തിലെടുത്തിട്ടുണ്ട്, ചിലർ ഇപ്പോഴും ജാമ്യത്തിലാണ്. അതുകൊണ്ട് രാജ്യത്തെ രക്ഷിക്കാൻ സത്യസന്ധമായ അഴിമതി വിരുദ്ധ രാഷ്ട്രീയം കൊണ്ടുവരാൻ, എല്ലാവർക്കും തുല്യ നീതി നൽകാൻ, ഈ രാജ്യത്തെ കുടുംബാധിപത്യം അവസാനിപ്പിക്കുവാൻ സുരേന്ദ്രജിയെ സഹായിക്കുക, താമരയെ സഹായിക്കുക, BJPയെ സഹായിക്കുക. ഹലോ, റോഡ് ഷോ തുടങ്ങുകയാണ്. എല്ലാവരും ഈ യാത്രയോടൊപ്പം അണിനിരക്കണം. ആ കൊടികൾ ക്യാമറയുടെ സൈഡിലേക്ക് മാറ്റണം. എല്ലാവരും കൊടികൾ വീശിയിട്ട് വേണം പോവാൻ. ചലോ ചൽ. भारत माता के, JP नड्डा जी के, नरेंद्र मोदी जी के, भारत माता की. भारत माता की, JP नड्डा जी के, नरेंद्र मोदी जी के, भारत माता की. Nah,